പാസ്ഓവർ 4 cups of wine. പെസഹ 4 വീഞ്ഞിൻ്റെ പാത്രങ്ങൾ. നമ്മൾ പാസ്ഓവർ അല്ലെങ്കിൽ പെസഹ എന്ന് പറയുന്നത്, പെസഹ പെസഹായാൽ കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് വേണ്ടി തരുന്നതാണ് നമുക്ക് ഉടനെ മനസ്സിൽ വരും. കാരണം നമ്മൾ അതൊന്നും കണ്ടു പരിചയമുള്ളതുകൊണ്ട് നമുക്കൊന്നും ആരും ഓർപ്പിക്കേണ്ട. എല്ലാ വർഷവും റിപ്പീറ്റഡായിട്ട് ഇത് കാണുന്നതിനാൽ നമ്മുടെ മനസ്സിൽ അത് കിടപ്പുണ്ട്. പക്ഷേ എല്ലാ വർഷവും ഇത് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം നമ്മൾ മറന്നു പോകും. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നും. അതുകൊണ്ടാണ് എന്നും അന്നുള്ള മന്ന ദൈവം കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ പുറപ്പാടിൻ്റെ 6-ാം അധ്യായത്തിലാണ് 6 തൊട്ട് 7 വരെയുള്ള വാക്യം. 6:7 അത് പുറപ്പാടിൻ്റെ ഭാഗത്തെ ഞാൻ വായിക്കുകയാണ്. ഇങ്ങനെയാണ്: അതുകൊണ്ട് നീ മോശയോട് പറയുന്നതാണ്, അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു, ഞാൻ യഹോവ ആകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമയുടെ ഊഴിയവേലിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്വത്തിൽ നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളും. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രഹാമിന് ഇസഹാക്കിന് യാക്കോബിന് നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഐ വിൽ, ഞാൻ യഹോവ, ഞാൻ വിടുവിക്കും, ഞാൻ വീണ്ടെടുക്കും, ഞാൻ ദൈവമായിരിക്കും. 4 കാര്യങ്ങളാണ് ഈ ചെറിയ രണ്ട് വേഴ്സസിനകത്തുനിന്ന് കിട്ടുന്നത്. ഞാൻ യഹോവയാണ്, ഞാൻ നിങ്ങളെ വിടുവിക്കുന്നവനാണ്, ഞാൻ വീണ്ടെടുക്കും, ഞാൻ ദൈവമാണ്. അപ്പോൾ യഹ്വേ മീൻസ് ദ സെൽഫ് എക്സിസ്റ്റിംഗ് വൺ എന്നാണ്. യേശു അതിനകത്ത് ദൈവം പഴയ നിയമത്തിൽ യേശുവിൻ്റെ തന്നെയാണ് വർത്തമാനം, അല്ലാതെ അവർ 3 പേരെ മാറ്റിയായിട്ട് കാണാൻ പാടാണ്. 6 ഇങ്ങനെയാണ് 2-ാം വാക്യം, പുറപ്പാട് 6:2. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ അബ്രഹാമിന് ഇസ്ഹാക്കിന് യാക്കോബിന് സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. യഹ്വേ മീൻസ് ദ ലോർഡ്. സർവശക്തനായ ദൈവമെന്ന് ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും ഒക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ യഹോവ എന്നുള്ള ഓരോ പേരിലും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. യഹോവ ഓരോ സമയങ്ങൾ കാലാകാലങ്ങളിൽ ഘട്ടമായിട്ട് ദൈവം ആരെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവസാന അന്ത്യകാലത്ത് നമുക്ക് എല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നുണ്ട്. മറ്റേ പഴയ നിയമത്തിൽ കാലങ്ങളിൽ ഘട്ടമായിട്ട് ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ അറിഞ്ഞിരുന്നുള്ളൂ. പുതിയ നിയമത്തിൽ നമ്മൾ യേശുവിനെക്കുറിച്ച് നേരിട്ട് കണ്ട വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ പദവി എന്ന് പറയുന്നത് ഉന്നതമാണ്. നമ്മുടെ അറിവ് മറ്റുള്ളവരെക്കാട്ടിലും ഉന്നതം തന്നെയാണ്. പക്ഷെ എത്ര പേരത് മനസ്സിലാക്കുന്നു എന്നുള്ള അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം ആര് കൊടുക്കുന്നുണ്ട്? യഹൂദൻ്റെ പഴയ കാലങ്ങളിൽ അവർ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി പഠിക്കത്തില്ലായിരുന്നു. അവർ തോറ മുഴുവനും കാണാതെ പഠിച്ച് ഓരോ വേർഡ് ഫോർ വേർഡ് പഠിക്കുമായിരുന്നു. അവർ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ്, ഏറ്റവും വലിയ ഇക്കോണോമിസ്റ്റ്, ഏറ്റവും വലിയ അഡ്വഞ്ചറേഴ്സ്, ഇതെല്ലാം യഹൂദൻ തന്നെയാണ്. ഏറ്റവും നല്ല ഡോക്ടേഴ്സ് അപ്പോൾ അമേരിക്കയുടെ ഇക്കോണമി ഇന്നും നിയന്ത്രിക്കുന്ന യഹൂദനാണ്. കാലങ്ങൾ എത്ര പറഞ്ഞാലും ദൈവത്തിൻ്റെ ജനതയ്ക്കൊരു പ്രത്യേകതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദൈവം പറയുന്നത് കർത്താവിൻ്റെ പെസഹ, അതായത് കുഞ്ഞാട് പെസഹായിട്ട് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ പെസഹ കുഞ്ഞാട് പുതിയ നിയമത്തിൻ്റെ തുടക്കമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. 4 കപ്പുകൾ ഈ പാസ് ഓവർ ടൈമിൽ യഹൂദന്മാർ ഉപയോഗിക്കും. ആ കപ്പുകളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിങ് ദ പാസ് ഓവർ സെഡർ 4 cups of wine are drunk to represent the 4 expressions of freedom അല്ലെങ്കിൽ redemption promised by God in Exodus 6:6-7. ഈ 4 കപ്പ് യഹൂദൻ്റെ പെസഹ ആചരണത്തിൽ 4 കപ്പുകൾ അവരെടുത്ത് വെച്ചിട്ട് ഓരോ കപ്പിലും വീഞ്ഞൊഴിച്ച് വെച്ചിട്ട് ഓരോ കപ്പിലും ഓരോ ദൈവത്തിൻ്റെ കുറിച്ചുള്ള വെളിച്ചം നമുക്ക് കിട്ടുകയാണ്. അതായത് 4 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നു. പുറപ്പാടിൻ്റെ 4:6 തൊട്ട് പറയുന്നു, ഞാൻ യഹോവയാകുന്നു, ഞാൻ വിടുവിക്കുന്ന ദൈവമാകുന്നു, ഞാൻ വീണ്ടെടുക്കുന്ന ദൈവമാകുന്നു, ഞാൻ ദൈവമാകുന്നു. ഈ 4 കാര്യങ്ങളും പറയുമ്പം 4നെ റെപ്രസെൻ്റ് ചെയ്ത് 4 കപ്പുകളാണ് വയ്ക്കുക. 1 is the 4 cups and the significance. അപ്പം 4 കപ്പുകൾ ഈ പെസഹായ്ക്ക് വെക്കുന്നതിൻ്റെ ഉദ്ദേശം 1 is the cup of sanctification, കിഡുഷ് എന്നവർ പറയുന്നത്.
അതായത് ഐ വിൽ ബ്രിങ് യു ഔട്ട് ഫ്രം അണ്ടർ ദ ബേർഡൻസ് ഓഫ് ദി ഈജിപ്ഷ്യൻസ്. ഞാൻ നിങ്ങളെ ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും കൊണ്ടുവരുന്ന ദൈവമാകുന്നു. നമുക്ക് എന്തൊരു ആശ്വാസമല്ലേ. ശത്രുപക്ഷത്തിരിക്കുന്ന മക്കളെ ഞാൻ കൊണ്ടുവരുമെന്ന് ദൈവം പറയുന്നു. ചെറുതെ നമ്മൾ പോയി ചർച്ചിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വചനം കേൾക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത് നമ്മുടേതാക്കി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ രക്ഷിക്കുമെന്ന് ദൈവം എനിക്ക് ഇത് കേൾക്കുമ്പോൾ ചെല്ലും എന്നോട് എൻ്റെ ദൈവം പറഞ്ഞു. ചില സ്ത്രീകൾ എന്നോട് വന്ന് പറഞ്ഞു എന്നോട് ദൈവം അങ്ങനെയാണ് പറഞ്ഞതെന്ന്. ഞാൻ പറയും അതേ തന്നെ പിടിച്ച് നിൽക്കാം. ദൈവമാണ് നിങ്ങളോട് വചനം തന്നതെങ്കിൽ അതിൽ പിടിച്ച് നിൽക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കും. ഐ വിൽ ബ്രിങ് യു ഔട്ട് ഫ്രം അണ്ടർ ദ ബേർഡൻസ് ഓഫ് ദി ഈജിപ്ഷ്യൻസ്. 2 ദ കപ്പ് ഓഫ് ഡെലിവറൻസ് മാഗിഡ് എന്നവർ പറയുന്നത്. ഐ വിൽ റെസ്ക്യൂ ഫ്രം ദെയർ ബോണ്ടേജ്. അതായത് ഞാൻ നിന്നെ അവരുടെ അടിമത്വത്തിൽ നിന്നും ഊഴിയവേലയിൽ നിന്നും ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ എൻ്റെ നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും ഞാൻ കൊണ്ടുവരും. 3 ദ കപ്പ് ഓഫ് റിഡംഷൻ ബറേക്ക്. ഐ വിൽ റിഡീം യു വിത്ത് ആൻ ഔട്ട്സ്ട്രെച്ച്ഡ് ആം. അതായത് ഞാൻ നീട്ടിയ ഭുജം കൊണ്ടും മഹാശിക്ഷാവിധി കൊണ്ടും ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. 4 ദ കപ്പ് ഓഫ് പ്രൈസ് ഹല്ലേൽ. ഐ വിൽ ടേക്ക് യു ആസ് മൈ പീപ്പിൾ ആൻഡ് യു വിൽ ബി മൈ പീപ്പിൾ. അക്കമ്പനീസ് ദ കംപ്ലീഷൻ ഓഫ് ദ ഹലാൽ സോങ്സ്. അതായത് ഞാൻ നിങ്ങളെ എൻ്റെ ജനമാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് നമുക്ക് കേൾക്കേണ്ടത്. വേറൊന്നും നമ്മൾ ആഗ്രഹിക്കണ്ട. ദൈവമേ നിൻ്റെ ജനമായിട്ട് എന്നെ തരുന്നു. നമ്മൾ വചനത്തിൽ പറയുന്നുണ്ട് ഉലകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തിരഞ്ഞെടുത്ത മക്കളാണെന്ന്. അത് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. റോമർക്കെഴുതിയത് മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് വചനം പറയുന്നെങ്കിൽ എന്നെയും അല്ലെ നമ്മുടെ മക്കളെയും ദൈവം നേരത്തെ കണ്ടിട്ടുണ്ടെന്നുള്ള ബോധം അന്തരാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് മാറ്റിപ്പറയാൻ ആർക്കും അവകാശമില്ല. ദാറ്റ് സർട്ടനിറ്റിയാണ്. ഈ ഉറപ്പില്ലാത്ത, അതായത് നമ്മൾ ഈ വീട് പണിയുന്ന ഇപ്പോൾ ആത്മാവിങ്ങനെ കാണിക്കുന്നത് വീട് പണിയുന്നവർ പലരും ഉണ്ട്. എല്ലാവർക്കും വീട് വേണം. പക്ഷേ അടിസ്ഥാനക്കല്ല് ആടിക്കൊണ്ടിരുന്നാൽ എങ്ങനെ പണിയാൻ വെക്കും? അടിസ്ഥാനക്കല്ല് മൂലക്കല്ല് ജീവകല്ലാവുന്ന ക്രിസ്തുവിലാണ് എങ്കിൽ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ഉറപ്പോടെ നിൽക്കുമെന്നുള്ള ബോധമാണ്. അപ്പോൾ കപ്പ് ഓഫ് പ്രൈസാണ്. 4 നമ്മളെ ദൈവം തൻ്റെ ജനമാക്കി മാറ്റിയതിനുള്ള സന്തോഷമാണ് കാണിക്കുന്നത്. അപ്പം ദിസ് കംപ്ലീറ്റ്സ് ദ കംപ്ലീഷൻ ഓഫ് ദ ഹലാൽ സോങ്, സ്തുതിപ്പാണ്. എന്നാൽ 5 കപ്പുണ്ട്. എ 5th cup is poured for Elijah but not drunk, representing a 5th promise. അതായത് ഐ വിൽ ബ്രിങ് യു ടു മൈ ലാൻഡ്. അതായത് അങ്ങനെ 5 കപ്പുണ്ടെന്ന് പറയുന്നത് അത് എലൈജയുടെ പേരിൽ, ഏലിയാവിൻ്റെ പേരിൽ നമുക്ക് വേണ്ടി തന്നെ. അതായത് ഏലിയാവ് റെപ്രസെൻറ്റ്സ് സംബഡി ഹു ഈസ് ടേക്കൻ ടു ഹെവൻ ഇൻ ദ ബോഡി ഇറ്റ്സെൽഫ്. അഗ്നിരഥങ്ങളും കുതിരകളും വന്നിട്ട് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് 5th. അപ്പോൾ കർത്താവ് ഈ ഒരു 5th കപ്പ് കുടിച്ചിട്ടില്ല. കാരണം ഇത് കർത്താവ് പറയുന്നത് ഇനി ഇത് ഞാൻ കുടിക്കണമെങ്കിൽ നിങ്ങളെ കൂടെ എൻ്റെ കൂടെ കൊണ്ടു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് എൻ്റെ മണവാട്ടിയായിട്ട് സ്വീകരിച്ച് പുതിയ ജീവിതം തുടങ്ങും. വളരെ നമ്മളിതിനകത്ത് ഇത്രയും പറയുമ്പോൾ ഇതിനകത്ത് ഇത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ ഈ പലപ്പോഴും നമ്മൾക്ക് ഈ മനസ്സിൽ വരുന്ന ചിന്ത ഇതാണ്. നമ്മൾ ഈ സ്കൂളിലെ നമ്മുടെ ആനിവേഴ്സറി ഫെസ്റ്റിവലൊക്കെ നടത്തുന്നത് മിസ് നല്ലവണ്ണം ഡാൻസ് ചെയ്യാവുന്നവർ വന്ന് ഒരു 20 മിനിറ്റ് പെർഫോമൻസ് ചെയ്തേച്ചു. ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതെ ഭംഗിയായിട്ട് ഡാൻസ് ചെയ്തേച്ചു. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അതുപോലെ നല്ല പാട്ട് പാടാൻ കഴിവുള്ളവർ ഒരു 3 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് കൊണ്ട് ഒരു പാട്ട് പാടി വെച്ച് പോകുന്നത് കാണാം. എന്താ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരെ കൈയടിക്കും. കാരണം എന്താ? എത്രയോ നാളുകൾ പുറകിൽ നിന്ന് പരിശ്രമിച്ചിട്ടാണ് അത് അത്രയും തെറ്റുകൂടാതെ ക്ലിയറായിട്ട് അവിടെ വന്ന് പ്രസൻറ്റ് ചെയ്തത്. അത് തന്നെയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വളരെ ദീർഘമായ കാലത്തിലെ തീരുമാനങ്ങൾ എടുത്ത് സ്വർഗം നമുക്ക് വേണ്ടി തീരുമാനിച്ച ദിവസം ഭൂമിയിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചിട്ട് നമുക്ക് വേണ്ടി പെസഹ ആചരിപ്പിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും വിടുതലിന് വേണ്ടിയല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വിടുതൽ, എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട് കർത്താവേ.
നീ ജീവിതകാലം, നമ്മൾ ജീവിതം ഈ ലോക ജീവിതം ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാമെന്ന് പറയുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അല്ല കാണേണ്ടത്. എവറി മോമെൻ്റ്, ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ ജീവിക്കുന്ന മക്കളെ കൊണ്ട് ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അത് ഞാനെന്ന വ്യക്തി, അതായത് നമ്മൾ ദൈവത്തിലായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വിളക്കായിട്ട് നമ്മൾ നിൽക്കുന്നു എങ്കിൽ ആ ഒരു വിളക്ക് അവിടെ കത്തി നിൽക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു ശൂന്യതയുണ്ട്. ഇപ്പോൾ ഒരാളൊരു പള്ളി ഉണ്ടാക്കി, പഴയ കാലത്താണ് പള്ളി ഉണ്ടാക്കിയിട്ട്, പള്ളി വളരെ മനോഹരമായിട്ടുണ്ടാക്കി, എല്ലാം ചന്തോചിതമായിട്ടുണ്ടാക്കി. പക്ഷേ പള്ളിക്ക് വലിയൊരു വാതിലോ വലിയൊരു ജനലോ അല്ലെങ്കിൽ ലൈറ്റോ ഒന്നും ഉണ്ടാക്കിയില്ല. ഒരു വലിയ ഹോള് പോലെ ഉണ്ടാക്കി, വളരെ കാശ് ചിലവാക്കി തന്നെ ഭംഗിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും വന്ന് പള്ളിയുടെ മനോഹരത്വം കാണാമെന്ന് ചോദിച്ചു. പള്ളിക്കകത്ത് വലുതായിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അയാൾ ഓരോ വ്യക്തികളുടെ കയ്യിലും ഓരോ വിളക്ക് കൊടുത്തേച്ചു പറഞ്ഞു, നിങ്ങളാണ് ഈ പള്ളിയുടെ വിളക്കുകൾ. നിങ്ങൾ ഒരാളിവിടെ വരുന്നില്ല എങ്കിൽ ആ സ്ഥലത്ത് വെട്ടം കുറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും വരുമ്പോൾ ഇവിടെ വെട്ടം നിൽക്കും. നമ്മൾ ഓരോരുത്തരുമാണ് ഓരോ ഭവനത്തിൻ്റെയും വിളക്കുകൾ. നമ്മുടെ സാന്നിധ്യം, എന്നെക്കൊണ്ട്, ഞാൻ ഇളയ മോള, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എന്നാൽ ഞാൻ നടുക്കത്തെ, എന്നെ ആരും അറിയുന്നതെന്നും ആരും പറയരുതേ, അല്ലേ ഞാൻ മൂത്തത്, അതുകൊണ്ട് എല്ലാ ഭാരവും ഞാൻ ഏറ്റെടുത്തു. ആ കഴിവ് തന്നിട്ടല്ലേ പറഞ്ഞു വിട്ടത് ദൈവം ഇങ്ങോട്ട്. നമ്മളെ ഏൽപ്പിച്ച ജോലികൾ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി ദിനം പ്രതി ചെയ്യുകയാണ്. അതായത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. തീർത്തും ഒരു പ്രതിഫലം ദൈവം തന്നിരിക്കുന്നു. കർത്താവിൻ്റെ പെസഹായെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം തീരുമാനിച്ച് ഒരുക്കപ്പെട്ട ദിവസത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ, ഈ 6-ാം അധ്യായത്തിൽ പുറപ്പാടിലും പറയുന്നുണ്ട്, ആ ജനതകൾ അവർക്ക് കഷ്ടവും ദുഃഖവും മാത്രമേ ചിന്തകളുകൊണ്ട് അവർ മനസ്സിലാക്കിയില്ലെന്ന്. ഞാൻ വായിച്ച് കേൾപ്പിക്കാതെ, ഇതാ, എന്നാൽ ഞാൻ യഹോവയാകുന്നു, ദൈവം പറഞ്ഞു ഞാൻ യഹോവയാണ്. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ ജനോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ട് കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. എന്താണ്? ശരിയല്ലേ? എന്താ നമ്മൾ കേൾക്കാത്തത്? മനോവ്യസനവും കഠിനമായ ക്ഷീണവും കൊണ്ട് ഞാനീ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലെന്ന് എത്ര ക്ലിയറായിട്ട്. അത് തന്നെയാണ് പെസഹയുടെ ദിവസം നടക്കുന്നത്. നമുക്ക് വായിക്കാമല്ലോ. പെസഹയുടെ ഭാഗത്ത് നമ്മൾ മത്തായിയുടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് 22-നകത്ത് എങ്ങനെയാണ് വായിക്കുന്നത്? അവർക്ക് മനസ്സിലായിട്ടില്ല. കർത്താവ് ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ അയ്യോ കഷ്ടമെന്ന്. ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കുമെന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് ഞങ്ങളിൽ ആരാണ് വലുതെന്നും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുന്നത്. They never observed, they never understood what Jesus was telling. എന്ത് ക്രിയയാണ് യേശു ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇന്ന് നമുക്ക് മനസ്സിലാകണേ പോലും പരിശുദ്ധാത്മാവ് അതിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അന്ന് ചെയ്ത ആ ഒരു ക്രിയ അതെനിക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കാനാണ്, എന്നെ വീണ്ടെടുക്കാൻ, എൻ്റെ സമൂഹത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സമൂഹത്തിന് ഞാനൊരു വിളക്കാണ്. ഞാനാകുന്ന വിളക്ക് അവിടെ ചെല്ലുന്നില്ലെങ്കിൽ ആരെയും നമ്മൾ നോക്കണ്ട, ദൈവത്തോടാണ്. ഈ ഒരു ആലയത്തിൻ്റെ ഒരു വിളക്ക് നീയാണ്. 1000 പേര് ഒന്നിച്ചു കൂടുന്നിടത്ത് ഈ 1000 പേരും വിളക്കായിട്ട് നിന്നാൽ അതിൻ്റെ അടുത്ത തലമുറകൾ അറിയാതെ കയറി വരികയില്ലേ? നമ്മളെ തന്നെ ചെറുതാക്കി സംസാരിക്കുന്ന ഒരു ജനത. ഏറ്റവും കൂടുതൽ വിശ്വാസികളാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിനൊരു മഹത്വമില്ല. നമ്മൾ ഓരോ കുടുംബത്തിൽ ജനിച്ചു വന്നത് നമ്മുടെ ഉദ്ദേശം, നമ്മൾ ചൂസ് ചെയ്തല്ല. ഈ കുടുംബത്തിൽ പറഞ്ഞ ഈ കുടുംബം അത് ദൈവം തന്ന കുടുംബമാണ്, അതിന് കൊടുക്കേണ്ട മാനം നീ കൊടുക്കണം. എൻ്റെ സംസാരത്തിൽ ആ കുടുംബത്തെ ബഹുമാനിച്ച് സംസാരിക്കാൻ പഠിക്കണം. എൻ്റെ അപ്പനും അമ്മയും ഏത് ലെവലാണ് എനിക്ക് വിലപ്പെട്ടതെന്ന് പറയാൻ പഠിക്കണം. എൻ്റെ മക്കൾ എന്നെക്കാട്ടിൽ ശ്രേഷ്ഠരാണെന്ന് പറയാൻ പഠിക്കണം. യേശു തൻ്റെ ശരീരവും തൻ്റെ രക്തവും തന്നേച്ച് ഇതാ പുതിയ നിയമം ഞാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ നിയമം എന്തുവാ? കൃപായുഗമാണ്. നമ്മുടെ ആരുടെ മെറിറ്റും കഴിവും പ്രാപ്തിയും ഒന്നുമല്ല അവിടെ ചോദിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നീ കഴുകപ്പെട്ടു, കുളിച്ചോ? കുഞ്ഞാട്ടിൻ്റെ രക്തം കൊണ്ട് കഴുകിയോ? നിൻ്റെ വസ്ത്രം അവൻ്റെ രക്തത്താൽ, അവൻ്റെ മണം നിൻ്റെ മേലുണ്ടോ? Can you see that?
ഇത് അത് 12 ശിഷ്യന്മാർക്കും അത് മനസ്സിലായി, അന്നേരം മനസ്സിലായില്ല. പക്ഷേ ഈ ഒരു ക്രിയ അന്ന് ചെയ്തത് കൊണ്ട് പിന്നെ അവർക്കത്, അതാണ് നമ്മൾ പറഞ്ഞതിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ഓരോന്നും, ഞാൻ ഈ വചനം അയക്കുന്നു, ഇതിങ്ങനെ ലോകത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈ സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്ക്. അതാ പറഞ്ഞത്, പറന്നു പോകുന്ന കാക്ക പോലും നിൻ്റെ വചനം കേൾക്കുമെന്ന്. അപ്പോൾ വായുമണ്ഡലത്തിൽ ഇത് പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരത്തില്ലെന്ന് വചനം പറയുന്നു. എടുത്തുപയോഗിക്കും. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായിട്ട് മാറി നിൽക്കുമ്പോൾ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു സ്നേഹം നമ്മുടെ ദൈവം കാണിക്കേണ്ടത്? ഞാൻ പലപ്പോഴും ചിന്തിക്കും. എന്നോട് കർത്താവ് പലപ്പോഴും ചോദിക്കുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എന്നോട് മാത്രമേ, നിങ്ങളോടും ചോദിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് അതിനൊരു ഉത്തരം തരാമോ? കർത്താവ് തന്നെ പറയുന്നു, കർത്താവ് പറയുന്നുണ്ടല്ലോ, എന്നോട് വാദിക്കുകയെന്ന് പറയുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് അടുത്തിരുന്ന് അവൻ ചെയ്ത നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഏറ്റവും അടുത്തിരിക്കുക. തലമുറകളെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മളെ സൂക്ഷിച്ച ദൈവം നമ്മുടെ അടുത്ത തലമുറകളെ സൂക്ഷിക്കും. നിശ്ചയം ദൈവം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, 4 കപ്പുകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെ വിടുവിക്കുന്നവൻ, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ യഹോവയാണ്. ഞാൻ എൻ്റെ ഭുജം കൊണ്ട്, നീട്ടിയ ഭുജം കൊണ്ട് നിന്നെ രക്ഷിക്കും. ഞാൻ ആകുന്നവൻ. ഈ വലിയവനായ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് പുത്രനെ കൊണ്ട് കുഞ്ഞാട് പാപങ്ങളെ പരിഹരിക്കാൻ, മരണത്തെ നീക്കാൻ, രോഗത്തെ മാറ്റുവാൻ, ഒരു പുതിയ ജീവൻ തരാൻ തൻ്റെ സ്വന്തം പുത്രനെ യാഗമായിട്ട് അർപ്പിക്കുന്നു. ഏകയാഗത്താൽ എന്നേക്കുമായിട്ട് ഞങ്ങളുടെ മരണത്തെ മാറ്റിത്തന്ന ദൈവം ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത് പോലും, നമ്മുടെ തലമുറകളെ സൂക്ഷിക്കുന്നത് പോലും ആ യാഗത്തിൻ്റെ ശക്തിയിലാണ് കർത്താവേ. വേറൊരു ദുഷ്ടന് അതിന്മേൽ അവകാശം പറയാത്തവണ്ണം തൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് കുഞ്ഞുങ്ങളുടെ നെറ്റിമേൽ, ചെവിയുടെ പുറയിൽ, അതുപോലെ അവരുടെ തമ്പിൽ, കാലിൽ ഒക്കെ നമ്മൾ പുരട്ടിക്കഴിഞ്ഞിരിക്കുക. നമ്മളെ കാണുന്നവർ യഹോവയുടെ മക്കളെന്ന് പറയണം. ഇവർ നമ്മുടെ മക്കളെ കാണും. ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന് പറയുവാൻ തക്കവണ്ണം അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി യാഗവസ്തുവായി മാറിയതിന് നന്ദി പറയുന്നു. എന്നും നന്ദി പറയേണ്ട ഒരു കാര്യമായത്. ഞങ്ങൾക്ക് മറവിയുണ്ട് കർത്താവേ, ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചു തരുന്നത് തന്നെയാണ്. എല്ലാ വർഷവും ഇത് വീണ്ടും ഓർപ്പിക്കുന്ന അവിശുദ്ധ സ്നേഹത്തിന് നന്ദി പറയുന്നു. അത് ഉൾക്കൊണ്ടിട്ട് ഞങ്ങളുടെ അന്തരാത്മാവ് ജീവൻ വെച്ച് മുൻപേ നിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അതോടുകൂടി ഭൂമിയിലുള്ള സകലത്തിൻ്റെയും അധിപതിയായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും രക്ഷിക്കാൻ ഓടി വന്ന കുഞ്ഞാടാവുന്ന യേശു ക്രിസ്തുവിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.